നമസ്കാരം. മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഗായികയാണ് റിമി ടോമി. സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ്. റിമി ടോമി ശരിക്കും ഒരു പ്രചോദനമാണ്. ചിരിക്കുന്ന റിമിയുടെ മുഖം നൽകുന്ന പോസിറ്റിവിറ്റി ഒന്ന് വേറെ തന്നെയാണ് എന്ന് ആരാധകർ പറയുന്നു. ഇത്ര വർഷക്കാലവും റിമിയെ പ്രേക്ഷകർ ഒരേ ഹൈപ്പിൽ തന്നെ ഏറ്റെടുക്കാൻ കാരണം ആവർത്തന വിരസതയില്ലാത്ത സംസാരമാണ്. ഗായിക, ആങ്കർ, ഷോകളിലെ ജഡ്ജ് തുടങ്ങിയ പല മേഖലകളിലും റിമി ടോമി തിളങ്ങിയിട്ടുണ്ട്. റിമി ടോമി എത്തുന്ന ഷോകളിലെല്ലാം ഉത്സവ പ്രതീതിയാണ്. ഊർജ്ജസ്വലയായി ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ റിമി ടോമിക്ക് കഴിയുന്നു. റിമിക്ക് കരിയറിലുണ്ടായ ഉയർച്ച ഏവർക്കും പ്രചോദനമാണ്. ഗായിക എന്നതിന് പുറമെ പല രീതിയിൽ റിമി ലൈം ലൈറ്റിൽ സാന്നിധ്യം അറിയിച്ചു. ഇക്കാലയളവിനിടെ റിമി ടോമിയുടെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ആരാധകർ ശ്രദ്ധിക്കുന്നുണ്ട്. വണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന റിമി ഫിറ്റ്നസിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലർക്കും പ്രചോദനമാണ്. വർക്കൗട്ടിനൊപ്പം കർശന ഡയറ്റിംഗ് ഉള്ളയാളാണ് റിമി ടോമി. ഇപ്പോഴത്തെ റിമിയുടെ പുതിയ പോസ്റ്റാണ് വൈറലായി മാറുന്നത്. എന്റെ ഫിറ്റ്നസ് ഏകദേശം 6 വർഷം മുമ്പാണ് തുടങ്ങിയത്. ദൈനംദിന ജീവിതത്തിൽ എന്നെ ആവേശഭരിതയാക്കുന്ന കാര്യം ഇതാണെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. 2019 എന്റെ ഫിറ്റ്നസ് യാത്ര ആരംഭിച്ചത്. ഒരു വർഷത്തിനുള്ളിൽ ശാരീരികമായി എന്നിൽ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. പൂർണ്ണ ഹൃദയത്തോടെ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലങ്ങൾ കാണാൻ കഴിയും. എല്ലാ ദിവസവും സ്വയം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും ശ്രദ്ധയോടെയുള്ള ഭക്ഷണവും മാറ്റങ്ങൾക്ക് കാരണമായി. അടുത്തിടെ എനിക്ക് തുടരെ പരിക്കുകൾ പറ്റുന്നതുവരെ സുഗമമായിരുന്നു. ഒരുപക്ഷെ കഠിനമായ ഘട്ടമായിരിക്കാം. എല്ലാത്തിനുമുപരി ജീവിതം ഒരു റോളർ കോസ്റ്റർ ആണ്. നിങ്ങൾ പൂർണ്ണമായും മുഴുകിയിരിക്കുമ്പോൾ പരിക്ക് പറ്റുന്നത് ഗെയിമിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ചു. ഒരു താഴ്ചയുള്ള ഘട്ടത്തിലൂടെ കടന്നുപോയ ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വിട്ടുകളയൽ എന്റെ ഡിക്ഷണറിയിലില്ല. ഇത്തവണ തിരിച്ചടികളെ മറികടക്കാനാണ് ശ്രമിക്കുന്നത്. ഉയർത്തെഴുന്നേൽക്കാനുള്ള സമയമാണിത്. അകത്തും പുറത്തും ശക്തിയാകാനുള്ള സമയം. ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിൽ പുതിയൊരു അധ്യായത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. യശ്മിൻ ചൗഹാനൊപ്പം ഈ ജേണി ആരംഭിക്കുന്നതിൽ ഞാൻ ആവേശഭരിതയാണ്. ഫിറ്റ്നസ് കോച്ചിങ്ങിൽ 28 വർഷത്തെ അനുഭവ സമ്പത്ത് തന്റെ ട്രെയിനർക്കുണ്ടെന്ന് റിമി ടോമി പറയുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രണയത്തെക്കുറിച്ച് റിമി ടോമി പറഞ്ഞ കാര്യങ്ങളും വൈറലായി മാറിയിരുന്നു. ഒരു സ്റ്റേജ് ഷോയ്ക്ക് ഇടയിൽ പ്രണയഗാനം തന്റെ ആരാധകർക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വേളയിൽ ആയിരുന്നു റിമിയുടെ മനസ്സ് തുറന്നുള്ള സംസാരം. പ്രണയമില്ലാത്തവർ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രണയമുണ്ടെന്നാണ് റിമി പറയുന്നത്. ജീവിതത്തിൽ വരാൻ പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജന്മം അങ്ങനെ ജീവിച്ചു ഇനി വരുന്ന ജന്മങ്ങൾ എല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. നമുക്ക് എന്തായാലും ദൈവം ഒരാളെ തരും. ആ ഒരാളെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. അടുത്തില്ലാത്തവർ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മുടെ മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്നിട്ട് അവരും ഇത് കേൾക്കൂ എന്നാണ് റിമി ടോമി പറയുന്നത്. പിന്നാലെ ആരാധകരും കമന്റുകളുമായി എത്തിയിരുന്നു. പ്രണയത്തെക്കുറിച്ച് റിമി എത്ര മനോഹരമായാണ് സംസാരിക്കുന്നത്. റിമി ശരിക്കും പ്രണയത്തിലാണ്. സത്യം തുറന്നു പറയൂ. സിനിമ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന് കേട്ടല്ലോ, സത്യമാണോ എന്നെല്ലാമാണ് ആരാധകർ ചോദിക്കുന്നത്. നേരത്തെ സിനിമാ മേഖലയിൽ നിന്നൊരാളുമായി റിമി വിവാഹിതയാകുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. വിവാഹ വാർത്ത പുറത്തു വന്നതോടെ തനിക്ക് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു. 2 ദിവസമായി എനിക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വരികയാണ്. എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, കല്യാണമായോ റിമി എന്നാണ്. ഞാൻ വിവാഹിതയാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് പല വീഡിയോകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ്. എന്നിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കാതെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രചാരണം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഭാവിയിൽ വിവാഹകാര്യം സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുത്താൽ ഞാൻ നിങ്ങളോട് പറയും. ഞാൻ പറഞ്ഞാൽ മാത്രം ഇത്തരം കാര്യങ്ങൾ വിശ്വസിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ എന്നുമായിരുന്നു റിമി ടോമി പറഞ്ഞത്. 2008 റിമി ടോമിയുടെ വിവാഹം. ബിസിനസ്സുകാരനായ റോയ്സിനെ ആയിരുന്നു വിവാഹം കഴിച്ചത്. തൃശൂർ ലൂർത്ത് കത്തീഡ്രൽ പള്ളിയിൽ ആഡംബരമായാണ് ഈ വിവാഹം നടന്നത്. എന്നാൽ 11 വർഷത്തിന് ശേഷം ഇരുവരും വിവാഹമോചിതരായി. ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. വിവാഹമോചനം ആരുടെയും കുറ്റമല്ലെന്നും വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് നിലവിൽ ചിന്തിക്കുന്നില്ലെന്നും റിമി ടോമി മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്നും റിമി ടോമി പഴയൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിലവിൽ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് റിമിയുടെ നിലപാട്. അതേസമയം റോയ്സ് 2ാമത് വിവാഹം കഴിച്ചു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സോണിയയാണ് റോയ്സ് വിവാഹം കഴിച്ചത്. അതേസമയം അടുത്തിടെ റിമി ടോമിയെക്കുറിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു. സിനിമയുമായോ സംഗീതമായോ യാതൊരു ബന്ധവുമില്ലാത്ത പാലയിൽ സാധാരണ സംഗീത കുടുംബത്തിൽ നിന്നും സ്വന്തം വഴിവെട്ടി അത്യുന്നതങ്ങളിൽ എത്തിയ ഗായികയാണ് റിമി ടോമി. കാണികളെ കയ്യിലെടുത്ത് കയ്യടി വാങ്ങാനുള്ള റിമിയുടെ കഴിവ് വേറെ തന്നെയാണ്. സ്റ്റേജ് ഷോകളുടെ വിജയത്തിനായി റിമി ടോമിയുടെ സാന്നിധ്യം ഒരു കാലത്ത് അനിവാര്യമായിരുന്നു. ഏഷ്യാനെറ്റിന്റെ ഒരു ഷോയിൽ അതിഥിയായി വന്ന ഷാരൂഖ് ഖാൻ ഒരു ഷോയിൽ 100 കണക്കിന് താരസുന്ദരിമാരെ ഉണ്ടായിട്ടും തന്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തത് റിമി ടോമിയാണ്. റിമിയെ കോരിയെടുത്ത് മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഉടൻ വന്ന് സ്വതസിദ്ധമായ തമാശ നിറഞ്ഞ ഡയലോഗ്, റോസിയായി പൊയ്ക്കോ ഞാൻ വരുന്നില്ലെന്ന്. ആർപ്പുവിളികളോടെയാണ് ആ ഡയലോഗിനെ പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്നാൽ ഈ ഡയലോഗ് അറം പറ്റുമെന്ന് അന്ന് റിമി ഓർത്തു കാണില്ല. റോയ്സും റിമിയും ഇണപിരിയാത്ത സൂപ്പർ ജോഡികളായാണ് എല്ലാവരും കണ്ടത്. സ്റ്റീഫൻ ദേവസിയുമായുള്ള ഒരു TV ഷോയിൽ സ്റ്റീഫൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് റിമി നൽകിയ ഉത്തരങ്ങളിൽ നിന്നും ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. ദേഷ്യം വന്നാൽ വിളിക്കുന്ന പേര് എന്താണെന്ന ചോദ്യത്തിന് തെറിയെന്നും സ്നേഹം പ്രകടിപ്പിക്കാൻ റോയ്സിന് അറിയില്ലെന്നും റിമി ടോമി വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴവുകളെക്കുറിച്ച് അവരൊന്നും വ്യക്തമാക്കാത്തതുകൊണ്ട് ഞാനിതിലൊന്നും കടക്കുന്നില്ല. ഡിവോഴ്സ് ഒരു തെറ്റും കുറ്റവുമല്ല. ആത്മാഭിമാനം അടിയറവ് വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തേക്കാൾ മനോഹരമാണത്. റിമി ഇപ്പോഴും അവിവാഹിതയായി കഴിയുകയാണെന്നും ആലപ്പി അഷ്റഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ.
ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റിമിയുടെ പരിപാടി നടത്താൻ ആളുകൾ മത്സരിച്ചിരുന്നു. സിംഗപ്പൂരിൽ മലയാളി അസോസിയേഷന് വേണ്ടി ഞാൻ കോർഡിനേറ്റ് ചെയ്ത ഒരു പരിപാടിയിൽ റിമി പങ്കെടുത്തിരുന്നു. റിമിയുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് കൂടിയായിരുന്നു അത്. ഈ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ റിമിയുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ മാതാപിതാക്കളെ പരിചയപ്പെടുന്നത്. റിമിയുടെ അമ്മയുടെയും അവരുടെയും സ്വഭാവം ഒരുപോലെയായിരുന്നു. റിമി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് സൂപ്പർ ഹിറ്റായി. മീശമാധവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിങ്ങമാസം എന്ന തുടങ്ങുന്ന ഗാനം റിമിയും ശങ്കർ മഹാദേവും കൂടിയാണ് ആലപിച്ചത്. അങ്ങനെ പിന്നണി ഗായികയായി തുടക്കം കുറിച്ച റിമി 100-ലധികം ചിത്രങ്ങളിൽ പാടി. റിമിയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ കലാപരമായ കഴിവ് മാത്രമല്ല, അവരുടെ സ്വഭാവം കൂടി ഒരു ഘടകമാണ്. ആരെയും വിഷമിപ്പിക്കാതെയുള്ള നല്ല പെരുമാറ്റം, നല്ല ഇടപെടൽ, തമാശ കലർന്ന സംസാരവും മറ്റുള്ളവരോടുള്ള വിനയവും ഇതൊക്കെ റിമിയുടെ സവിശേഷതകളാണ്. റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ്. അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ സ്ക്രൂ അല്പം മുറുക്കാനുണ്ട് എന്ന് മാത്രമേ പറയാനാവൂ. ചെറിയ പ്രശ്നങ്ങളിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി. ഒരിക്കൽ മദ്രാസിൽ എനിക്ക് വേണ്ടി അവർ പാടാൻ വന്നു. രഘുകുമാർ ആയിരുന്നു സംവിധായകൻ. അദ്ദേഹം നിശ്ചയിച്ച ഗായികയെ മാറ്റിയാണ് ഞാൻ റിമിക്ക് അവസരം നൽകിയത്. പാട്ട് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ കരയുന്ന റിമിയെയാണ് കണ്ടത്. കാരണം ചോദിച്ചെങ്കിൽ മറുപടി പറഞ്ഞില്ല. തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റിൽ സമയമായതിനാൽ പെട്ടെന്ന് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അകത്ത് കയറി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് മ്യൂസിക് ഡയറക്ടർ അവരോട് ഒരു കാര്യവുമില്ലാതെ ദേഷ്യപ്പെട്ടെന്ന്. അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിപ്പിക്കാതെ ദേഷ്യം റിമിയോട് തീർത്തതാണെന്നാണ് മനസ്സിലായത്. അതുപോലെ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിയായിരിക്കെ ഇതുപോലെ കരഞ്ഞിറങ്ങേണ്ടി വന്നിട്ടുണ്ട് റിമിക്ക്. സീനിയർ ജഡ്ജിനൊപ്പം മാർക്കിട്ടപ്പോൾ അവർക്ക് ഹേർട്ടായതാണ്. അദ്ദേഹം റിമിയെ ആക്ഷേപിച്ചു. പിന്നീട് ഒരു ഗായകൻ അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. അന്ന് അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിച്ചില്ല. കൂടെ നിന്ന് ചതിച്ച് അയാളുടെ ഫോൺ നമ്പർ പോലും റിമി സൂക്ഷിച്ചിരുന്നില്ലെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞിരുന്നു.